ഒരറിവും ചെറുതല്ല. ഇന്നലെ ഞാനൊരു ഉണ്ടമ്പുരി കഴിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ കുറേ പേര് അതിനെ ബോണ്ട ബോണ്ട എന്ന് വിളിക്കണ്ടായിരുന്നു. ആക്ച്വലി ഈ ബോണ്ടയും ഉണ്ടമ്പുരിയും രണ്ടും രണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനന്ന് ഒരു ഉണ്ടമ്പുരിയും ഒരു ബോണ്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഈസ് ഉണ്ടമ്പുരി കിടന്നുണ്ടോ, ആൻഡ് ദിസ് ഈസ് ബോണ്ട. അമാവാസിയും അബൂബക്കറും പോലെയാണ് രണ്ടും. തുടക്കത്തിലുള്ള ആ മാത്രമേ ഒരുപോലെ ഉള്ളൂ. അതായത് ഈ റൗണ്ട് ഷേപ്പ് മാത്രമേ ഒരുപോലെയുള്ളൂ. ആസ് പെർ ദ ഹിസ്റ്ററി ബുക്സ് ഈ ഉണ്ടമ്പുരി കണ്ടുപിടിച്ച് തന്നെ കേരളത്തിലുള്ള ഏതോ ഒരു ചായക്കടക്കാരനാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിവെച്ച പഴം ഓവറായിട്ട് പഴുത്തു കഴിഞ്ഞാൽ അത് കളയണ്ടേ എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ആശാൻ അന്ന് റീസൈക്കിൾ ചെയ്തിട്ട് നമ്മുടെ ആട്ടപ്പൊടിയായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സംഭവമാണ് ഈ ഉണ്ടമ്പുരി. ഓൺ ദി അതർ ഹാൻഡ് ഈ ബോണ്ട എന്ന് പറയുന്ന ഐറ്റം പച്ചക്കറി വെച്ചുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ മലയാളികൾക്ക് എടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ എവിടേക്കോ ഇത് മസാല ബോണ്ടോ വേറെ എന്തൊക്കെ പേരൊക്കെ ആയിട്ട് ഇത് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതും നമ്മുടെ കേരളത്തിലെ ചായക്കടകളിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. പക്ഷേ ഉണ്ടമ്പുരി ബോണ്ടയും തമ്മിൽ മിക്സ് ചെയ്യരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോണ്ട. ആസ് യു ക്യാൻ സീ ഇതിനകത്ത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ മസാല എല്ലാം കൂടിയിട്ട് ഒരു ചെറിയ എരിവുള്ള സാധനമാണ്. ഇതാണ് നമ്മുടെ ഉണ്ടമ്പുരി. തേങ്ങ കഷ്ണം ഇരിക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടമ്പുരി, ഇത് ബോണ്ട. ഒരറിവും ചെറുതല്ല. നന്ദി, നമസ്കാരം.